വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് എങ്ങനെയാണ് മീഷോ സ്റ്റോറിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം എനിക്ക് ഏത് കാറ്റഗറിയിലാണ് വേണ്ടത് വെച്ചെങ്കിൽ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ജസ്റ്റ് ആഡ് പ്രൊഡക്റ്റ് ഇമേജ് കൊടുക്കുകയാണ്. സാധാരണ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഒറ്റൊരു ഇമേജ് മാത്രമാണ് ഞാനിപ്പം കൊടുത്തിട്ടുള്ളൂ. ഇനി ആഡ് പ്രൊഡക്റ്റ് എന്നവിടെ കാണുന്നില്ലേ, അവിടെയാണ് നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എനിക്ക് വേണ്ട ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് അതേ കൊടുക്കുകയാണ്. നമുക്ക് ആദ്യം കൊടുത്തതിന് ശേഷം പിന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓരോ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. സെയിം കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ആഡ് ചെയ്തിട്ട് പോകേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു മാലയും കമ്മലും സെറ്റാണ് വരുന്നത്. അതിൻ്റെ പല പല മോഡൽസുകളാണ് എൻ്റെ കയ്യിൽ വരുന്നത്. അതായത് എൻ്റെ കയ്യിലുള്ള ഒരു മാലയുടെ പല ഷേപ്പുകളാണ് വരുന്നത്. ഒന്ന് സ്ക്വയറാണ്, ഒന്ന് സർക്കിളാണ്, ഒന്ന് ട്രയാങ്കിളാണ്, അങ്ങനെ പല പല ഷേപ്പാണ്. ബട്ട് സെയിം കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിപ്പം ആഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം റെഡ് കളറിൽ ഒരു മാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ യെല്ലോ കളർ, അതിൻ്റെ ഗ്രീൻ കളർ, അങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതേപോലെ ഒറ്റൊരു കാറ്റഗറിയുടെ അണ്ടറിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പം സൂം ചെയ്തിട്ട് നോക്കുകയാണ് ഇത് ഏതൊക്കെ ഞാൻ കൊടുത്തുന്നത് എനിക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഇത്രയും കുഞ്ഞൊരു ഇമേജ് ആയതുകൊണ്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതാണ് പ്രൊഡക്റ്റ് കൊടുത്തതെന്നുള്ളത്. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഇമേജ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഞാനിപ്പോൾ 5 പ്രൊഡക്റ്റാണ് ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ എനിക്കിതാണ്ട് ഇമേജ് 2 ആണ് എൻ്റെ ഫസ്റ്റ് ഇമേജ് വരേണ്ടത്. സോ അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഇമേജും ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇമേജസ് എല്ലാം കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെയിം ഡീറ്റെയിൽസ് തന്നെ സെക്കൻഡിനും തേർഡിനും ഫോർത്തിനും ഫിഫ്തിനും ഒക്കെ തന്നെ വരും. അപ്പം അതിൻ്റെ റേറ്റിൻ്റെ ഒരു പോർഷൻ മാത്രമായിരിക്കും ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. റേറ്റിൻ്റെ പോർഷൻ അതുപോലെ 1-2 പോർഷനോടെയും ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കോമൺ ഡീറ്റെയിൽസ് ആയിരിക്കും. കാരണം നമുക്ക് പല കളേഴ്സ് ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് ചിലവർ കൂട്ടി കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ റേറ്റിൻ്റെ പോർഷൻ ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇമേജസ് എപ്പോഴും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് കളറായിട്ടൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വെച്ചിട്ടുള്ള ഇമേജസ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ക്വാളിറ്റി ഒക്കെ ഇതിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇമേജസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രൈസിങ്ങിൻ്റെ സംഭവം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. ഒരു സൈഡിൽ MRP ഇപ്പോൾ ഒരു 500 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് കുറച്ച് കൊടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്, എന്നാലാണ് പോവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ട്സുകൾ നമ്മൾ ആഡ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.